ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. GDP growth quickens to 5-quarter high of 7.8%. Second, Ice Age era dragonfly rediscovered. Third, in an unstable world, energy sovereignty is the new oil. Fourth, pact with Tokyo to advance low carbon technology projects. നമുക്ക് ഈ ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ന്യൂസ്, GDP growth quickens to 5-quarter high of 7.8%. ഈ ന്യൂസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്താണ് ഒരു ഡേറ്റ റിലീസ് ചെയ്തു. അതായത് ഫിനാൻഷ്യൽ ഇയർ 2025-26 ആദ്യത്തെ, അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് പീക്ക് ഉണ്ടായി എന്നാണ്. അതായത് എത്ര പെർസെന്റേജ്, 7.8% പീക്ക് ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ഡേറ്റയിൽ പറയുന്നത് ഏതൊക്കെ സെക്ടറിന്റെ പെർഫോമൻസ് കൊണ്ടാണ്? മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, സർവീസ് സെക്ടറിന്റെ പെർഫോമൻസിന്റെ ഗ്രോത്തിലാണ് ഇതുണ്ടായതെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിരുന്നാൽ കൂടി എന്താണ്, ചില എക്സ്റ്റേണൽ റിസ്ക്കും ഇവിടെ ഉണ്ട്. എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന്, US ഇന്ത്യൻ ഗുഡ്സിന് മേലെ ചുമത്തിയ ടാരിഫ്, അതുപോലെ തന്നെ എന്താ, കറൻസി ഡിപ്രീസിയേഷൻ ഒക്കെയാണ് എക്സ്റ്റേണൽ റിസ്ക് ആയിട്ട് നിലനിൽക്കുന്നത്. നമുക്ക് ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ ഹൈലൈറ്റ്സ് നോക്കാം. GDP ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫിനാൻഷ്യൽ ഇയർ 2025-26 ഫസ്റ്റ് ക്വാർട്ടറിൽ GDP ഗ്രോത്ത് എത്രയാണ്? 7.8% ആണ്. ഹയർ ദാൻ RBI's പ്രൊജക്ഷൻ ഓഫ് 6.5%. പ്രീവിയസ് ഹൈ എന്നായിരുന്നു? ഫിനാൻഷ്യൽ ഇയർ 2023-24 ക്വാർട്ടർ 4 പ്രീവിയസ് ഹൈ വന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മാനുഫാക്ചറിംഗ് സെക്ടർ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 7.7% ആണ് ഹൈക്ക് വന്നിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ 7.6%. യൂട്ടിലിറ്റീസിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ പോലുള്ള യൂട്ടിലിറ്റീസിലൊക്കെ നോക്കുമ്പോൾ എന്താണ്, 0.5% ഗ്രോത്തെ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി സർവീസ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ എങ്ങനെയാണ്? 9.3% ഗ്രോത്ത് ഉണ്ട്. ഇവിടെ എന്താണ് കൺസേൺ ആൻഡ് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത് പറയുന്നത് എന്താ? റുപ്പി ഡിപ്രീസിയേഷൻ ആണ്. അതായത് 88.09 റുപ്പീസിന്റെ ഫെൽ ഡൗൺ ഉണ്ടായി. അതെന്താണ് 89 to 90 വരെ എന്താണ് ഡിപ്രീസിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ റിസ്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഈ US ഇന്ത്യൻ ഗുഡ്സിന് മേലെ ചുമത്തിയിട്ടുള്ള 50% ടാരിഫ് ഒക്കെയാണ് എന്താ എക്സ്റ്റേണൽ റിസ്ക് ആയിട്ട്. CA സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഗ്രോത്ത് മൊമെന്റം ലൈക്ലി ടു കണ്ടിന്യൂ. Negative impact on domestic demand expected to be modest. Government expected demand recovery before festive season. Lowering of indirect tax rate to support aggregate demand. Growth target to financial year 2025-26 retained. UPC relevance നോക്കുകയാണെങ്കിൽ GS paper 3 എക്കോണമിയിലാണ്. അതിലെന്താണ് ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്, effect of liberalization on the economy, changes in the industrial policy and their effects on industrial growth. External sector നോക്കുകയാണെങ്കിൽ കറൻസി ഫ്ലക്ച്വേഷൻസ്, ടാരിഫ് ആൻഡ് their impact on trade. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നോക്കുക. ഈ ന്യൂസ് നന്നായിട്ട് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. അടുത്ത ന്യൂസ് നോക്കാം. ഐസ് ഏജ് ഇറ ഡ്രാഗൺ ഫ്ലൈ റീഡിസ്കവേർഡ്. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ക്രൊക്കോതെമസ് എറിത്ര എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ ഫ്ലൈ, റെയർ ഡ്രാഗൺ ഫ്ലൈ സ്പീഷീസിലുള്ള ഒരു ഫ്ലൈ ആണ്. അതിനെ എന്താണ് ഡിസ്കവർ ചെയ്തു. ഏതൊക്കെ റീജിയനിലാണ്? സദേൺ വെസ്റ്റേൺ ഗാർഡ്സിലെ ഹൈ എലവേഷൻ റീജിയൻസിൽ ഡിസ്കവർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പും ഇതിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ സിമിലാരിറ്റീസ് ഒക്കെ വെച്ചിട്ട് ക്രൊക്കോതെമസ് സെർവീലി ആണെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അതല്ല എന്നാണ് ഫൈൻഡിങ്സ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ന്യൂസ് നോക്കാം. കീ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ, ജീനസ് ക്രൊക്കോതെമസ് ഇൻ ഇന്ത്യയിൽ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് 2 ടൈപ്സ് സ്പീഷീസ് ആണ്. ക്രൊക്കോതെമസ് സെർവീലിയ, ക്രൊക്കോതെമസ് എറിത്രിയ. ഈ സെർവീലിയ എന്ന് പറയുന്നത് ലോ ലാൻഡ് റീജിയൻസിലാണ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളത്. എറിത്രിയ എവിടാണ്? ഹൈ എലവേഷൻ ഹാബിറ്ററ്റ്സിലൊക്കെയാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഡിസ്കവർ ചെയ്ത് എവിടെ നിന്നാണ്? വെസ്റ്റേൺ ഗാർഡ്സിലാണ്. ഡിസ്കവറി ആൻഡ് റിസർച്ച് പ്രോസസ് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ സൈറ്റിംഗ് എവിടായിരുന്നു? അതായത് 2018 ഫോണൽ സർവേ ഇൻ മൂന്നാർ ഹൈ റേഞ്ചസിൽ വെച്ചിട്ടായിരുന്നു. 2021 എന്താണ് ഇത് സൈറ്റ് ചെയ്തത്. ഫീൽഡ് എക്സ്പെഡിഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? അക്രോസ് വെസ്റ്റേൺ ഗാർഡ്സ് കൺഫേംഡ് ഇറ്റ്സ് പ്രസൻസ്. അതായത് വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ എന്താണ് ഇതിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ദ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഒഡോനാറ്റോളജി. ബയോജിയോഗ്രഫിക് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രസൻസ് എക്സ്പ്ലെയിൻഡ് ബൈ പ്ലീസ്റ്റോസീൻസ് ഐസ് ഏജ്, കോളനൈസേഷൻ, cooler climate condition then allowed temperate species like Eritrea to extend their range southwards into peninsular India.
ഓക്കെ, ഇതാണ് ബയോജോഗ്രഫിക് സിഗ്നിഫിക്കൻസ്. ഇതൊക്കെയാണ് ഇതിന്റെ കീ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. കൺസർവേഷൻ ആൻഡ് എക്കോളജിക്കൽ റിലവൻസ് നോക്കുകയാണെങ്കിൽ കൺഫേംസ് ദ ബയോഡൈവേഴ്സിറ്റി റിച്ച്നെസ് ഓഫ് ദ വെസ്റ്റേൺ ഗാർഡ്സ്, ഹെൽപ്സ് റിഫൈൻ ഫോണൽ ചെക്ക്ലിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എക്കോളജിക്കൽ മോണിറ്ററിംഗ്, ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് പാലിയോലിക് ക്ലൈമറ്റ് ഈവൻസ് ഇൻ ഷേപ്പ് കറന്റ് സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് കൺസർവേഷൻ ആൻഡ് എക്കോളജിക്കൽ റിലവൻസിൽ വരുന്നത്. ഓക്കെ, ഇൻ ആൻ അൺസ്റ്റേബിൾ വേൾഡ് എനർജി സോവറിനിറ്റി ഈസ് ദ ന്യൂ ഓയിൽ. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യ, അതായത് ഓവർ 85% ഓഫ് ക്രൂഡ് ഓയിൽ, മോർ ദാൻ 50% നാച്ചുറൽ ഗ്യാസും, അതായത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് 85%-ലധികം ക്രൂഡ് ഓയിലും അതുപോലെ 50%-ലധികം എന്താണ് നാച്ചുറൽ ഗ്യാസും ഇന്ത്യ എന്താണ് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഇതെന്താണ്? എനർജി ഡിപ്പെൻഡൻസ് ഓൺ എ സ്ട്രാറ്റജിക് വൾണറബിലിറ്റി, ഒരു എനർജി ഡിപ്പെൻഡൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഫ്ലാഷ് പോയിന്റ്സ്, അതായത് യുക്രൈൻ വാർ, ഇസ്രായേൽ ഇറാൻ ടെൻഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ റുപ്പി ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? ഇതിന്നൊക്കെ മാറിയിട്ട് ഒരു എനർജി സോവറിനിറ്റി ആണ് ബിൽഡ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇന്ത്യ ഒരു എനർജി റിയലിസം അപ്രോച്ചിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ് അഫോർഡബിൾ ആയിട്ടും ഇൻഡിജീനിയസ് ആയിട്ടുള്ള എനർജിയിലോട്ടൊക്കെ മാറണം എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ കൺസേൺ എന്താണ്? ഹൈ ഇമ്പോർട്ടന്റ് ഡിപ്പെൻഡൻസി ആണ്. എന്ത് ഫിനാൻഷ്യൽ ഇയർ 2023-24 എന്താണ് മെർക്കൻഡൈസ് ഇമ്പോർട്ട്സ് $674 ബില്യൺ ആണ്. അതുപോലെ ക്രൂഡ് ഓയിൽ പ്ലസ് നാച്ചുറൽ ഗ്യാസ് നോക്കുകയാണെങ്കിൽ എന്താ $170 ബില്യൺ ആണ്. എന്താണ് ഇത് കോസ് ചെയ്യുന്നത്? റുപ്പി പ്രഷർ, ട്രേഡ് ഡെഫിസിറ്റ്, മാക്രോ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഇനി റഷ്യ ഫാക്ടർ നോക്കുകയാണെങ്കിൽ എന്താ? റഷ്യ നൗ ഇന്ത്യസ് ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ സപ്ലയർ. എത്രയാണ്? 30-40% ഷെയർ ആണ് എന്ത് 2024-25 നൽകിയിരിക്കുന്നത്. യുക്രൈൻ വാറിന് മുമ്പ് എങ്ങനെയായിരുന്നു? 2% ആയിരുന്നു. ഓവർ റിലയൻസ് ഓൺ വൺ ജിയോ പൊളിറ്റിക്കൽ പാർട്ട്ണർ ഇൻക്രീസ് റിസ്ക്. ഓക്കെ, അതുപോലെ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ നോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് കീ. ഓക്കെ, ഇതാണ് എന്താണ് കീ കൺസേൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഗ്ലോബൽ എനർജി ഷോക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് 1973 എന്താണ് അറബ് ഓയിൽ എംബാർഗോ, അതുപോലെ 2011 എന്താണ് ഫുക്കുഷിമ ഡിസാസ്റ്റർ, 2021 ടെക്സസ് ഫ്രീസ്, 2022 എന്താണ് റഷ്യ യുക്രൈൻ വാർ, അതുപോലെ 2025 എന്താണ് ഐബീരിയൻ ബ്ലാക്ക് ഔട്ട്. ഇതൊക്കെയാണ് എന്താണ് ഗ്ലോബൽ എനർജി ഷോക്സ് എന്ന് വെച്ചാൽ. ഗ്ലോബൽ എനർജി ഷോക്സ് ഏതൊക്കെയാണ്? അതായത് 1973 അറബ് ഓയിൽ എംബാർഗോ, 2011 എന്താണ് ഫുക്കുഷിമ ഡിസാസ്റ്റർ, 2021 നടന്ന എന്താണ് ടെക്സസ് ഫ്രീസ്, 2022 റഷ്യ യുക്രൈൻ വാർ, 2025 ഐബീരിയൻ ബ്ലാക്ക് ഔട്ട്. ഇതൊക്കെയാണ് ഗ്ലോബൽ എനർജി ഷോക്സ്. ഓക്കെ, പില്ലേഴ്സ് ഓഫ് ഇന്ത്യസ് എനർജി സോവറിനിറ്റി ഡോക്ട്രിൻ, അതായത് 5 പില്ലേഴ്സ്, ഇന്ത്യയുടെ എനർജി സോവറിനിറ്റിയെ പറ്റി സൂചിപ്പിക്കുന്ന 5 പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് ഇൻഡിജീനിയസ് അൺലോക്കിങ്. അതായത് നമുക്ക് എന്താണ് 150 ബില്യൺ ടൺസ് ഓഫ് റിസർവ് ഉണ്ട്. എന്തൊക്കെ? സിങ്കാസ്, മെത്തനോൾ, ഹൈഡ്രജൻ, ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ടെക്നിക്കൽ ഇന്നോവേഷൻസ് വേണം. എന്തിന്? ഓവർകം ചെയ്യാനായിട്ട്, ഹൈ ആഷ് കണ്ടന്റ് ഓവർകം ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ഇന്നോവേഷൻസ് ആവശ്യമാണ്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ബയോഫ്യൂവൽസ്, അതായത് എനർജി പ്ലസ് റൂറൽ എംപവർമെന്റിൽ നോക്കുമ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ, എത്തനോൾ ബ്ലെൻഡിങ് നമ്മൾ ഈ പ്യുവർ ഓയിൽ കുറച്ച് കിട്ടാനായിട്ട് എത്തനോൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അതിൽ 92,000 കോടി എന്താണ് ഫാമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. E20 ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഹയർ റൂറൽ ഇൻകവും ഫോറക്സ് റിസർവ് സേവിങ്സും ആണ്. SAT-80 സ്കീം നോക്കുകയാണെങ്കിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്സ് ആണ്, അതായത് ക്ലീൻ ഫ്യൂവൽ പ്ലസ് ഓർഗാനിക് മാനുവർ ആണ് ബൂസ്റ്റ് സോയിൽ ഹെൽത്ത് ഈ ഒരു സ്കീം വഴി ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയർ സീറോ കാർബൺ ബേസ് ലോഡ് നോക്കുകയാണെങ്കിൽ എന്താണ് കറന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 8.8 ഗിഗാവാട്ട് ആണ്, സ്റ്റാഗ്നന്റ് ആണ്. മസ്റ്റ് റിവൈവ് ത്രോറിയം റോഡ് മാപ്പ്, ബിൽഡ് SMRs, സെക്യൂർ യുറേനിയം. ഓക്കെ, ഗ്രിഡ് സ്റ്റെബിലിറ്റി ഇൻ റിന്യൂവബിൾ ഹെവി സിസ്റ്റംസ്. ഫോർത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ, അതായത് എന്താണ് ടെക് സോവറിനിറ്റിയെ പറ്റിയിട്ട്. അത് ടാർഗറ്റ് 5 MMT by 2030. റിക്വയർ എന്താണ് ഡൊമസ്റ്റിക് ഇലക്ട്രോലൈസർ മാനുഫാക്ചറിങ്, സ്റ്റോറേജ് സിസ്റ്റം, കാറ്റലിസ്റ്റ് ടെക്നിക്ക്. എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്? സോവറിൻ ഹൈഡ്രജൻ, നോട്ട് ജസ്റ്റ് ഇമ്പോർട്ട്സ്. പമ്പ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൂവൺ ഡ്യൂറബിൾ മെത്തേഡ് ഫോർ ബാലൻസിങ്. പമ്പ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ പ്രൂവൺ ഡ്യൂറബിൾ മെത്തേഡ് ഫോർ ബാലൻസിങ് ഇന്റർമീഡിയറ്റ് റിന്യൂവബിൾസ്. അതുപോലെ ഇന്ത്യസ് ടോപ്പോഗ്രഫി ഓഫേഴ്സ് പൊട്ടൻഷ്യൽ ഫോർ ലാർജ് സ്കെയിൽ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ.
ഓക്കെ, UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3ലും GS പേപ്പർ 2ലും ആണ് വരുന്നത്. GS പേപ്പർ 3 എക്കോണമി ആൻഡ് എൻവയോൺമെന്റ്, GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ ഈ പോയിന്റ് നോക്കുക. നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. പാക്ട് വിത്ത് ടോക്കിയോ ടു അഡ്വാൻസ് ലോ കാർബൺ ടെക്നോളജി പ്രോജക്ട്സ്. അതായത് ഇവിടെ എന്താ ഈ ന്യൂസിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രൈം മിനിസ്റ്റർ എന്താണ് ജപ്പാൻ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് എന്താണ് ഒരു മെമ്മോറാണ്ടം ഓഫ് കോപ്പറേഷനിൽ എന്താണ് സൈൻ ചെയ്യുകയുണ്ടായി ജപ്പാനുമായിട്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ജോയിന്റ് ക്രെഡിറ്റ് മെക്കാനിസം ആണ്, JCM എന്ന് പറയും. അതുപോലെ ഇതെന്താണ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് കാർബൺ ക്രെഡിറ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, നമുക്ക് ഈ ന്യൂസ് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ജോയിന്റ് ക്രെഡിറ്റ് മെക്കാനിസം? JCM എന്ന് വെച്ചാൽ ഇനിഷ്യേറ്റീവ് ചെയ്തേക്കുന്ന ആരാണ്? ജപ്പാനാണ്. ഇൻവെസ്റ്റ് ഇൻ ലോ കാർബൺ ടെക്നോളജീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ലോ കാർബൺ ടെക്നോളജീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മെക്കാനിസം. എങ്ങനെയാന്ന് വെച്ചാൽ എന്താണ് റിസൾട്ട്? ഇതെന്താണ് റിസൾട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എമിഷൻ റിഡക്ഷൻ ആർ ക്രെഡിറ്റഡ് ടു ജപ്പാൻ as carbon credit, helping it meets its national emission reduction targets. അതായത് ഹോസ്റ്റ് കൺട്രിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ്? ഹോസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? ഇന്ത്യ ആണ്. ഇന്ത്യക്ക് എങ്ങനെ ബെനിഫിറ്റ് വരുന്നത്? ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ, കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ലോ കാർബൺ ടെക്നോളജീസ്, ഡെവലപ്മെന്റ് ഓഫ് എ ഡൊമസ്റ്റിക് എക്കോസിസ്റ്റം ഫോർ ലാർജ് സ്കെയിൽ deployment of clean technologies, facilitate sustainable development alongside emission reduction. ഇതാണ് നമുക്ക് ഇന്ത്യയുടെ സൈഡിൽ വരുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇന്ത്യസ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ NDCs നോക്കുകയാണെങ്കിൽ എന്താണ് 45% റിഡക്ഷൻ ആണ് എന്തില്? ഇൻ എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP ബൈ 2030 ഒരു 45% റിഡക്ഷൻ ആണ് 2030 ഉദ്ദേശിക്കുന്നത്. 50% ക്യുമുലേറ്റീവ് പവർ കപ്പാസിറ്റി ഫ്രം എവിടുന്ന്? നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സിൽ നിന്ന് ബൈ 2030. ക്രിയേഷൻ ഓഫ് അഡീഷണൽ കാർബൺ സിങ്ക് ഓഫ് 2.5 to 3 billion tons. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോഡൽ ഏജൻസി. അത് നോഡൽ ഏജൻസി എന്താ ചെയ്യുന്നത്? അപ്രൂവ് പ്രോജക്ട് അണ്ടർ JCM, അതുപോലെ ഇവാലുവേറ്റ് എമിഷൻ റിഡക്ഷൻസ്, ഓവർസീൻ ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് ഫംഗ്ഷനിങ്. ക്യാബിനറ്റ് അതുപോലെ എന്താണ് ഒരു എൻവയോൺമെന്റ് മിനിസ്ട്രി ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് നോക്കുന്നത്? ഫൈനലൈസ് ഇംപ്ലിമെന്റേഷൻ റൂൾസ്, അതുപോലെ എന്താണ് സൈൻ സിമിലർ കാർബൺ മാർക്കറ്റ് എഗ്രിമെന്റ്സ് വിത്ത് അതർ കൺട്രീസ് അണ്ടർ ആർട്ടിക്കിൾ 6.2. ഓക്കെ, ഇവിടെ ഇന്ത്യയുടെ സിഗ്നിഫിക്കൻസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ ആക്സസ് ടു ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഇന്ത്യക്ക്. ഓക്കെ, അതുപോലെ എന്താണ് ബൂസ്റ്റ് ടു ഡൊമസ്റ്റിക് കാർബൺ മാർക്കറ്റ് എക്കോസിസ്റ്റം, അതുപോലെ എന്താ സപ്പോർട്ട്സ് ഇന്ത്യസ് ട്രാൻസിഷൻ ടുവേർഡ്സ് നെറ്റ് സീറോ ബൈ എന്നാണ് 2070. ഇനി ജപ്പാൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇതിൽ എന്താണ് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ അച്ചീവ്സ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ. ഒരു ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് ഡിപ്ലോമസിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സ്ട്രെങ്തൻസ് ഇന്ത്യസ് റോൾ ഇൻ കാർബൺ മാർക്കറ്റ്സ് അണ്ടർ ദ പാരീസ് എഗ്രിമെന്റ്, ക്രിയേറ്റ്സ് എ മോഡൽ ഫോർ ബൈലാറ്ററൽ ഓർ മൾട്ടിലാറ്ററൽ ക്ലൈമറ്റ് കോപ്പറേഷൻ. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2ലും GS പേപ്പർ 3ലും ആണ് വരുന്നത്. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസും GS പേപ്പർ 3 എൻവയോൺമെന്റിലും ആണ് വരുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇന്നത്തെ ന്യൂസ് എല്ലാം ക്ലിയർ ആയിട്ട് വായിക്കുക. അതുപോലെ UPSC പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.